ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എനിക്കിന്നൊരു ഫോട്ടോഷൂട്ട് ഉണ്ട് കേട്ടോ. ഒരു എൻഗേജ്മെൻറ്റ് ലുക്ക് റിക്രിയേഷൻ എൻഗേജ്മെൻറ്റ് ലുക്ക്. അപ്പോൾ എന്താ പറയുക, അന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. ഈ പറഞ്ഞ പോലെ ബ്രൈഡൽ ലുക്ക് കുറേ ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇപ്പോൾ സെറ്റ് മുണ്ടിലായാലും സാരിയിലായാലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓണം ഫോട്ടോഷൂട്ട് അങ്ങനത്തെ ഷൂട്ടൊക്കെ ചെയ്യുന്നതാണ്. എൻഗേജ്മെൻറ്റ് ലുക്ക് ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഒരു എൻഗേജ്മെൻറ്റ് ലുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നെ മേക്കപ്പ് ചെയ്യാൻ വരുന്നവർ തന്നെയാണ് എൻ്റെ ഓർണമെൻറ്റ്സും അതുപോലെ തന്നെ ഡ്രസ്സും എല്ലാം കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാവും, ഞാൻ ഡ്രസ്സ് നേരിട്ട് കണ്ടിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാവും എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ചായ വെച്ചിട്ടുണ്ട്. ചായക്ക് കടി ഒന്നും ഉണ്ടാക്കണില്ല, അതുകൊണ്ട് ചായയുടെ കടി കണ്ണൻ വാങ്ങി കൊണ്ടുവരാൻ പോയേക്കണ്ട. വീട്ടിൽ വാങ്ങാന്ന് പറഞ്ഞിട്ട് കടയ്ക്ക് പോയേക്കാണ്. ഇപ്പോൾ ചായയുടെ കടി വാങ്ങിക്കൊണ്ടിരും. അപ്പം നമുക്ക് തിന്നാം. അങ്ങനെ ചായക്ക് കണ്ണൻ മസാല ദോശ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് തിന്നേണ്ട തിരക്കിൽ ഞാൻ ആ വീഡിയോ അങ്ങോട്ട് എടുക്കാൻ മറന്നു. അത് കഴിഞ്ഞിട്ട് കണ്ണൻ ചിക്കൻ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി എന്ത് കറി വെച്ചാലും നേരം വൈകുമല്ലോ എന്നോർത്ത് ചിക്കനാണ് മേടിച്ച് കൊണ്ടുവന്നത്. അതാകുമ്പോൾ ഇതിരി എളുപ്പമാണല്ലോ, സവാളും തക്കാളി വഴറ്റി അതിൽ കിട്ടാൻ മതി എന്നൊക്കെ പറഞ്ഞിട്ട് മേടിച്ച് കൊണ്ടുവന്നതാണ്. അതിനിടയ്ക്ക് ചിക്കൻ മേടിക്കാൻ പോയപ്പോൾ കുക്കുവിനെ മിഠായി മേടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കുക്കു ഇവിടെ പണങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അരി അടുപ്പത്തിട്ടിട്ട് വേഗം അടിച്ചോറിലും തുടക്കലൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. 11 മണി 12 മണിയുടെ ഉള്ള അവർ വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അടിച്ചോരം തുടയ്ക്കാൻ ഡെയിലി അടിച്ചോരി തുടച്ചു വിടും. പിന്നെ ഈ കുക്കുള്ള കാരണം കുറച്ച് കളിപ്പാട്ടങ്ങൾ അലമ്പായി കിടക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് റൂം ഫ്രഷ്നർ, റൂം സ്പ്രേ അങ്ങനെ എന്തോ പറയില്ല സംഭവം, ഞാൻ കർട്ടൻമി അതുപോലെ തന്നെ റൂമിലും ഹാളിലൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തു വിട്ടാം. പിന്നെ അടിച്ചോറിൽ കഴിഞ്ഞിട്ട് ഞാൻ ഇതേ തുടയ്ക്കാൻ പോവുകയാണ്. പിന്നെ ബെഡ്ഷീറ്റ് മാറ്റിയില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് ഓൾറെഡി മുഷിഞ്ഞിട്ടും കാര്യങ്ങളൊന്നുമില്ല, ഈ അടുത്താണ് മാറ്റിയത്, അപ്പോൾ അതുകൊണ്ട് മാറ്റിയില്ല. പിന്നെ ഞാൻ ചിക്കൻ കറി വെക്കാൻ നോക്കുകയാണ്. ഞാൻ ഒരു തവണ ചിക്കൻ കറി വെച്ചപ്പോൾ എൻ്റെ ചിക്കൻ കറി 2 കിലോ ചിക്കൻ മൊത്തത്തിൽ കരിഞ്ഞ് ഉണ്ടയായി പോയി. എന്നിട്ട് ഞങ്ങൾ ആ ചിക്കൻ കഴുകിയിട്ട് രണ്ടാമത് ഗ്രേവിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കറി വെച്ചത്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടി കട്ടിയില്ലാത്ത പാത്രത്തിൽ വെച്ചുകൊണ്ടാണ്. അപ്പോൾ അമ്മ പറഞ്ഞു ചിക്കൻ കറി വെക്കുമ്പോൾ അടി കട്ടിയുള്ള പാത്രത്തിൽ വെക്കണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ വീട്ടിൽ അടി കട്ടിയുള്ളൊരു പാത്രം കുക്കറാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുക്കറിലാണ് ഇപ്പോൾ ചിക്കൻ കറിയൊക്കെ വെക്കാറ്. കുക്കറിൻ്റെ മൂടി ഉപയോഗിക്കാറില്ല, ജസ്റ്റ് കുക്കർ മാത്രം ഒരു പാത്രമായി കണ്ട് കുക്കറിലാണ് വെക്കാറ്. അതിൽ സവോളയല്ല വെളിച്ചെണ്ണ വെച്ച് ഇഞ്ചി പച്ചമുളകൊക്കെ വെളുത്തുള്ളിയൊക്കെ പച്ചമണം പോണ പോലെ വഴറ്റി, അതുപോലെ തന്നെ സവോള വഴറ്റി തക്കാളി വഴറ്റി, എന്നിട്ട് ഞാൻ ചിക്കൻ കറി വയ്ക്കും. അതിനിടയ്ക്ക് കണ്ണൻ നമുക്ക് വേണ്ടിയിട്ട് മാതള നാരങ്ങ ജ്യൂസ് അടിച്ച് തരുന്നുണ്ട്. എനിക്കെന്തോ രാവിലെ ചെറുതായിട്ടൊരു തലകറക്കം പോലെ തോന്നി. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്ലഡ് കുറവാണ്, അപ്പോൾ അതുകൊണ്ട് മാതള നാരങ്ങ ജ്യൂസ് അടിച്ച് തരാം. ഇനിയിപ്പോൾ പോകുമ്പോഴേക്കും ക്ഷീണമായില്ലോ എന്ന് വിചാരിച്ചിട്ട് മാതള നാരങ്ങ ജ്യൂസ് അടിച്ച് തരുന്നുണ്ട്. പിന്നെ ഞാൻ അണ്ടർ സ്കേർട്ട് ഉണ്ടായിരുന്നില്ല, അതായത് സ്കേർട്ടും ടോപ്പായ കാരണം അണ്ടർ സ്കേർട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് അമ്മയുടെ അടുത്ത് നിന്ന് അമ്മയുടെ ഒരു അടിപ്പാവട വേഗം കാലത്ത് പോയിട്ട് പണികളൊക്കെ തീർത്തിട്ട് പോയി എടുത്തുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ അച്ഛനും അച്ഛൻ്റെ കൂട്ടുകാരനും കൂടി അവിടെ വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വന്നു കേട്ടോ. പിന്നെ എനിക്ക് ആ നേരത്തെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല, മേക്കപ്പ് ചെയ്യണ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. ഞാനും കടനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് തന്നെ പനിയത്തിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ കൊണ്ടാണ് വീഡിയോ ഒക്കെ എടുപ്പിച്ചത്. ഇല്ല ഉപ്പ് എന്തുട്ടാ പറഞ്ഞതെന്ന് എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല. അത് കേട്ടിട്ട് അനിയത്തി ബ്ലിങ്കേഴ്സ് അടിച്ചിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫൈനലൊക്കെ കൂടെ ആയിട്ടുണ്ട്. എൻ്റെ കല്യാണ ഫോട്ടോസ് എനിക്ക് ഇത്തിരി ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ താല്പര്യമില്ലാത്ത എൻ്റെ ഫോട്ടോസാണ് എൻഗേജ്മെൻറ്റ് ഫോട്ടോസ്. സത്യം പറഞ്ഞാൽ ഞാനത് തുറന്ന് നോക്കാറേ ഇല്ല. എനിക്കത് ആ ഒരു ആൽബം കാണാനേ വെറുപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ അപ്പോഴൊക്കെ വിചാരിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഓരോരുത്തരുടെ എൻഗേജ്മെൻറ്റിലൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, പക്ഷേ എൻ്റെ കാലത്തൊന്നും എനിക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത്. പക്ഷേ ഞാൻ ഒരു യൂട്യൂബർ ആയതിനു ശേഷം എനിക്ക് ഒത്തിരി ഫോട്ടോഷൂട്ടുകളൊക്കെ ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി ലുക്കൊക്കെ ബ്രൈഡൽ ലുക്ക് ആയാലും കുറേ തവണ എനിക്ക് റീക്രിയേഷൻ പോലെ എനിക്ക് ചെയ്യാനൊക്കെ സാധിച്ചു. അതന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം. അത്ര വയറൊന്നുമില്ല കണ്ണൻ്റെ രമേശിൻ്റെ അത്ര ശരിയായില്ല. എൻ്റെ എൻഗേജ്മെന്റിന്റെ ഫോട്ടോ നമുക്ക് ഓർമ്മയില്ല. അതൊരു ഭംഗിയില്ല, അതിന് കാര്യം പറയുമ്പോൾ അത് ആരും വിളിച്ചിട്ടൊന്നുമില്ലല്ലോ. പെട്ടെന്നുള്ള ഒരു സംഭവമായിരുന്നു. വിശുദ്ധ ഭംഗി. അങ്ങനെ
അങ്ങനെ നമ്മുടെ ചാവക്കാടുള്ളൊരു മിനി വാഗമൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് കേട്ടോ വന്നത്. അവിടെ അടിപൊളി ലൊക്കേഷനാണ്. ആ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിറ്റത്തെ ആഴ്ച തന്നെ പിറ്റത്തെ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് തന്നെ ഞങ്ങൾ വീണ്ടും അവിടേക്ക് തന്നെ പോയിട്ട് ഭയങ്കര എന്താ പറയുക, ഭയങ്കര കാമായിട്ടുള്ളൊരു പ്ലേസ്. നമുക്ക് കുറേ നേരം ഇരുന്ന് സംസാരിക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ലോങ് വീഡിയോസ് ഇടുമ്പോൾ എനിക്കൊരു ടെൻഷനാണ്, ഞാൻ വലിച്ചു നീട്ടി പറയുന്നുണ്ടോ, നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാവുന്നുണ്ടോ എന്നൊരു ടെൻഷൻ കാരണമാണ് ഞാൻ എൻ്റെ ടൈം ഒരു 5 മിനിറ്റ് 6 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇടുന്നത് കേട്ടോ. 10 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ ആക്കുമ്പോൾ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാവില്ലേ വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഇടുന്നത്. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി മേക്കപ്പൊക്കെ അങ്ങനെ അഴിച്ച് കളഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനും അനിയത്തിയും കൂടെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ മേക്കപ്പ് കണ്ടിട്ട് ആരും ഞെട്ടല്ല കേട്ടാ, ഞാൻ മേക്കപ്പ് കഴുകി കളഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ ഇപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് ഞാൻ എൻ്റെ കോലം കാണുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അനിയത്തൊക്കെ പോയപ്പോൾ ഞാൻ എൻ്റെ ഒരു ബുക്ക് ഉണ്ട്, അപ്പോൾ അതിൽ ഞാൻ ഒരുപാട് ഐഡിയാസും കാര്യങ്ങളൊക്കെ എഴുതി വെക്കും. അതുപോലെ തന്നെ എനിക്ക് ജേണൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അതൊക്കെ എഴുതി വെക്കും. എന്തൊക്കെ നാളേക്ക് ചെയ്യണം എന്നുള്ളതൊക്കെ എഴുതി വെക്കുന്ന ഒരു ബുക്കാണ്. അപ്പോൾ ഞാനിതിൽ അതൊക്കെ കുറിച്ച് വെക്കട്ടെ. അപ്പോൾ ഇത്രയുള്ളൂ. ടാറ്റാ.